കെട്ടടങ്ങാതെ പൊറോട്ട ബീഫ് വിവാദം. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചത് ബീഫും പൊറോട്ടയും നൽകി എന്ന NK പ്രേമചന്ദ്രൻ MPയുടെ വാക്കുകൾ ആണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. പ്രേമചന്ദ്രൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വന്തം പാർട്ടി നേതാവായ ഷിബു ബേബി ജോൺ ആണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത് എന്നും തനിക്ക് നേരെ മാത്രം എന്തിന് CPIM സൈബർ ആക്രമണം എന്ന ചോദ്യവും പ്രേമചന്ദ്രൻ ഉയർത്തുമ്പോൾ ചർച്ചകൾ മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. ആദ്യം പ്രേമചന്ദ്രന്റെ വാക്കുകളിലേക്ക്. 2018 സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ്, അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് 10 മണിക്കൂറിനുള്ളിലാണ് DGP അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത്. RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. പൊറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ, പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും VD സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം CPM സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവരുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച, അമിത്ഷായുമായി നടന്ന കൂടിക്കാഴ്ച, അതിനു മുമ്പ് പ്രാതൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മലാ സീതാരാമനുമായി ബന്ധപ്പെട്ട് നടന്ന കൂടിക്കാഴ്ച, ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടല്ല, മകനും മകളും താനും നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുപോലെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി BJPയുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ രസതന്ത്രമാണ്, ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രിയാണ് സത്യത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ മുനിസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കം നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നല്ലതുപോലെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പ്രേമചന്ദ്രൻ പറയുന്നത് പച്ചക്കള്ളവും വസ്തുതയില്ലാത്തതുമാണ് എന്നാണ് MV ജയരാജൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഇരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുന്നത് പോലെ NK പ്രേമചന്ദ്രൻ തപ്പി നോക്കുകയാണ്. CPIMനും സർക്കാരിനും എതിരെ UDF പ്രവർത്തകർ അപവാദ പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ജയരാജൻ പറഞ്ഞു. പച്ചക്കള്ളമാണ്. CPIMനും ഇടതുപക്ഷത്തിനും സർക്കാരിനും എതിരായി UDFും അതിൻ്റെ നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ, അതെല്ലാം തന്നെ ജനങ്ങൾ തിരസ്കരിച്ചപ്പോൾ ഇപ്പോൾ പുതിയ ഒന്നുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതും വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായി പറയപ്പെടുന്ന പ്രശ്നത്തിൽ UDFിൻ്റെ ചില നേതാക്കൾ അങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ പുതുതായി എന്നതുപോലെ അവതരിപ്പിക്കുന്നത്. അതിലൊരു വസ്തുതയുമില്ല. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ഇരുട്ടിൽ കരിമ്പൂച്ചിയെ തപ്പും പോലെ പ്രേമചന്ദ്രനും കൂട്ടുകാരും തപ്പി നോക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം. അതിന് ശേഷം ആണ്
സംസ്ഥാനത്ത് നവോത്ഥാന മതിലടക്കം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. പിന്നീട് ഇത് അതേ സർക്കാർ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച എന്ന മട്ടിൽ തന്നെ വന്നിട്ടുള്ള സർക്കാരുകൾ അല്ലെങ്കിൽ ഇടത് മുന്നണി തന്നെ ആഗോള അയ്യപ്പ സംഗമവും നടത്തുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ ശബരിമല പൊതുവിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ സർക്കാരിന് തന്നെ കോട്ടം സംഭവിച്ചിട്ടുള്ള സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട കേസ് ഒരു ഭാഗത്ത് നടക്കുന്നു. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, മാസങ്ങൾക്ക് ശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനവുമൊക്കെ ചർച്ചയാവുകയാണ്. NK പ്രേമചന്ദ്രന്റെ ഈ വാക്കുകൾ അങ്ങനെ ഉള്ള ഒരു പരാമർശമായി തന്നെയാണോ വിലയിരുത്തേണ്ടി വരേണ്ടത്? അഭിലാഷ്, ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടുകൾ BJP ആവട്ടെ, സംഘപരിവാർ സംഘടനകളാവട്ടെ, UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ മുൻകാലങ്ങളിലും എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവനയായി NK പ്രേമചന്ദ്രൻ നിലപാടുകൾ മാറുന്നത് അദ്ദേഹം ഉപയോഗിച്ച ചില പരാമർശങ്ങളാണ്. പൊറോട്ടയും ബീഫും കഴിപ്പിച്ചിട്ടാണ് ഹിന്ദു ആചാരങ്ങളെ ലംഘിക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടെ, അതായത് അവിടെ യുവതീ പ്രവേശനം നടപ്പിലാക്കിയെന്ന് മാത്രമല്ല, ബോധപൂർവമായി ഇത്തരം ഭക്ഷണം കഴിച്ച് അവിടെ ശബരിമലയിലെ ആചാരത്തെ ബോധപൂർവമായി ലംഘിക്കാനുള്ള ഒരു നീക്കം, അത് കൃത്യമായൊരു അജണ്ടയായിരുന്നു, സർക്കാരിൻ്റെ CPM-ന്റെ അജണ്ടയായിരുന്നു. എന്നാൽ ഗുരുതര പരാമർശമാണ് NK പ്രേമചന്ദ്രൻ നടത്തുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രേമചന്ദ്രൻ ഇത്തരം ഒരു പരാമർശം നടത്തുന്നത് ഒരുപക്ഷെ ഇത് സംഘപരിവാർ നേതാക്കൾ പോലും നടത്താത്ത അതിരൂക്ഷമായ ഒരു പരാമർശമായി മാറുന്നു. രണ്ട്, RSPയുടെ നേതാവാണ് NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രൻ എന്ന RSPയുടെ നേതാവ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുകളുള്ള ഒരു നേതാവ് ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിനും മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതാണ് പ്രധാനമായും ഇത് ചർച്ചയായതിൻ്റെ കാരണം. ഈ പന്തളത്ത് നടന്ന UDF-ന്റെ അയ്യപ്പ സംഗമം, വിശ്വാസ സംഗമത്തിലാണ്, ആ വേദിയിലാണ് പ്രേമചന്ദ്രൻ ഇത്തരം ഒരു പരാമർശം നടക്കുന്നത്. പിന്നാലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇടത് സൈബർ കേന്ദ്രങ്ങൾ ഒന്നടങ്കം NK പ്രേമചന്ദ്രനെതിരെ രംഗത്ത് വരികയും വലിയ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ചെയ്തത്. തനിക്കെതിരെ സൈബർ ക്യാമ്പയിൻ നടക്കുന്നു എന്ന ആക്ഷേപവുമായിട്ടാണ് നമ്മൾ അല്പം മുമ്പ് ഒടുവിൽ കേട്ട കൊല്ലത്ത് ഇന്നലെ NK പ്രേമചന്ദ്രൻ കൂടുതൽ വിശദീകരണങ്ങളുമായി രംഗത്തെത്തിയത്. പക്ഷേ അദ്ദേഹം നൽകുന്ന വിശദീകരണത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ പാർട്ടിയുടെ നേതാവ് ഷിബു ബേബി ജോൺ തന്നെ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ പറയുമ്പോൾ മാത്രം എന്തിന് ഇത് വിവാദമാകുന്നു എന്ന ചോദ്യം കൂടി പ്രേമചന്ദ്രൻ ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ പ്രേമചന്ദ്രനെതിരായ ഒരു നീക്കമായി ഒരു സ്ഥലത്ത് നടക്കുന്നു. പക്ഷേ പ്രേമചന്ദ്രൻ ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. ഒരു കാര്യം വ്യക്തമാണ്, ശബരിമല യുവതീ പ്രവേശന വിഷയം ചർച്ച ചെയ്യാൻ ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വിഷയമായി തന്നെ ഇത് മാറുകയാണ്. ആ വിഷയമാണ് ഉന്നയിക്കപ്പെടുന്നത്. പ്രേമചന്ദ്ര പ്രസ്താവന ഒരുപക്ഷെ UDF നടത്തിയ ഈ വിശ്വാസ സംഗമത്തിൽ ഏറ്റവും ശക്തമായി അതിൻ്റെ തുടർ ചർച്ചകൾക്ക് ഇടവെക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി ഈ പ്രസ്താവന മാറി എന്നതാണ്. കാരണം ഇടതുപക്ഷത്തിന് അതിന് പ്രതിരോധം ഉയർത്തേണ്ടി വരുന്നു, പ്രേമചന്ദ്രനെ കടന്നാക്രമിക്കേണ്ടി വരുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഈ പ്രസ്താവന മാറി എന്നതാണ്. എന്തായാലും പ്രേമചന്ദ്രൻ ഈ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ബിന്ദു അമ്മണി അടക്കമുള്ളവർ ആ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന്റെ ഭാഗമായി അവിടെ പ്രവേശിച്ച ബിന്ദു അമ്മണി അടക്കമുള്ളവർ പക്ഷേ ഇന്നലെ ആ പ്രസ്താവനയും നിലപാടും തള്ളി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഒരു കാര്യം വ്യക്തമാണ്, സമീപകാലത്ത് ശബരിമല വീണ്ടും ചർച്ചകളിലേക്ക് ഉയരുമ്പോൾ ഈ പ്രസ്താവനയിൽ ഊന്നിക്കൂടി തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നീക്കങ്ങൾ പുരോഗമിക്കുന്നത്. തീർച്ചയായും അതാണല്ലോ സജിത്ത്, ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ശബരിമല എന്നത് കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്നുകൂടി ആയിരുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ RSPയുടെ നേതാവ് കൂടിയാണ് NK പ്രേമചന്ദ്രൻ എന്നിരിക്കെ NK പ്രേമചന്ദ്രൻ ഇത്തരത്തിലൊരു പരാമർശം ആഗോള വിശ്വാസ സംഗമത്തിൽ, പന്തളത്ത് നടന്ന UDF-ന്റെ വിശ്വാസ സംഗമത്തിൽ നടത്തുമ്പോൾ അത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഒപ്പം NK പ്രേമചന്ദ്രൻ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്, സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ തന്നെ നേതാവായ ഷിബു ബേബി ജോൺ ഈ പരാമർശം നടത്തിയിട്ടുണ്ട്. നേരത്തെ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും തനിക്ക് അല്ലെങ്കിൽ അവർക്ക് ആക്രമണം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഇത് ആക്രമണമാകുന്നുവെങ്കിൽ അത് CPIM-ന് കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. സജിത്ത്, രണ്ട് കാര്യങ്ങളാണ് അഭിലാഷ് അതിലുള്ളത്. ഒന്ന്, NK പ്രേമചന്ദ്രന്റെ പ്രസ്താവനയുടെ മൂർച്ച, അത് സ്വാഭാവികമായും
അതിൻ്റെ എതിർകക്ഷിക്ക് CPM-ന് സ്വാഭാവികമായും മറുപടി കൊടുക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പറഞ്ഞയാൾ NK പ്രേമചന്ദ്രൻ എന്നതാണ്. NK പ്രേമചന്ദ്രനുമായി ബന്ധപ്പെട്ട് CPM-ന്റെ വിവാദങ്ങൾ നമുക്കറിയാം. പ്രേമചന്ദ്രനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും അതുണ്ടാക്കിയ വിവാദങ്ങളും അറിയാം. അങ്ങനെ ബദ്ധവൈരികളാണ് CPM-ഉം CPM നേതാക്കളും NK പ്രേമചന്ദ്രനും, തർക്കമില്ല. അപ്പോൾ പ്രേമചന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഈ പരാമർശം CPM ആയുധമാക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അതായത് മുഖ്യമന്ത്രി മുമ്പ് കൊല്ലത്ത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ ആ പരാമർശം ശരിയാണ് എന്ന് കാലം ഒന്നുകൂടി തെളിയിച്ചു എന്നതാണ് CPM സൈബർ കേന്ദ്രങ്ങളൊക്കെ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം. അല്പസമയം മുമ്പ് നമ്മൾ കണ്ട MV ജയരാജൻ്റെയൊക്കെ പ്രസ്താവനയും ഇതുമായി ചേർന്ന് പോകുന്നതാണ്. MV ജയരാജൻ്റെ പ്രസ്താവനയ്ക്ക് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു MV ജയരാജൻ. അദ്ദേഹമാണ് ഈ ശബരിമലയിലെ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ബോധ്യമുള്ളയാളാണ്. അവിടെ യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളൊക്കെ നടന്നപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ളയാളാണ്. അതുകൊണ്ടുകൂടിയാണ് MV ജയരാജൻ്റെ പ്രസ്താവനയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രസക്തി വർദ്ധിക്കുന്നത്. എന്തായാലും ഈ ആക്ഷേപങ്ങളൊക്കെ, അതായത് പോലീസിൻ്റെ ഗൂഢാലോചനയായിരുന്നു എന്ന ആക്ഷേപമൊക്കെ CPM തള്ളുകയാണ്, MV ജയരാജനും ഒക്കെ തള്ളുകയാണ്. പക്ഷേ UDF ആ ഗൂഢാലോചനാവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച ആ പരാമർശത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ NK പ്രേമചന്ദ്രൻ നടത്തിയ പരാമർശത്തിന് സമാനമായ പരാമർശത്തിലേക്ക് UDF-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ മറ്റ് നേതാക്കൾ ആരും രംഗത്ത് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ടുകൂടിയാണ് പ്രേമചന്ദ്രനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള CPM-ന്റെ ബദൽ നീക്കം ഉണ്ടാവുന്നത്, സൈബർ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രേമചന്ദ്രൻ പ്രസ്താവന ബോധപൂർവം നടത്തി എന്നത് തരത്തിലേക്ക് ഈ വിഷയം മാറുകയുമാണ്. യെസ്, അതാണ് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം എന്ത് തന്നെയാണ് എങ്കിലും ഒരിക്കൽ കൂടി ചർച്ചയായി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സൈബർ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീമതി ബിന്ദു അമ്മിണിയും ഒപ്പം VSP നേതാവ് അഡ്വക്കേറ്റ് അനിൽ വെളിയിലും ഇപ്പോൾ തത്സമയം ചേരുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ശ്രീമതി ബിന്ദു അമ്മിണി, താങ്കൾ നേരത്തെ തന്നെ ചില പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കഴിഞ്ഞു. താങ്കൾക്ക് ബീഫ് ഇഷ്ടമാണ്, പക്ഷെ ബീഫും പൊറോട്ടയുമല്ല, ബീഫും കപ്പയുമാണ് ഇഷ്ടം എന്ന മട്ടിൽ ഉള്ള മറുപടി താങ്കൾ നൽകിയതായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. NK പ്രേമചന്ദ്രൻ്റെ ഈ പ്രസ്താവനയെ പൂർണ്ണമായും താങ്കൾ തള്ളിക്കളയുകയാണോ? അതെ, തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും തള്ളിക്കളയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു MP ആണ്. ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ആ പാർലമെന്റിലെ മെമ്പറായ ഒരു MP-ക്ക് ഭരണഘടന സംരക്ഷിക്കാനും അതില് ഗ്യാരണ്ടി ചെയ്യുന്ന അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ടാണ് ഈ പറയുന്ന MP നടത്തിയിട്ടുള്ള പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ വിവാദമായിട്ടുള്ള ഒരു ചർച്ച ഉയർന്നു വരുന്നത്. അപ്പൊ പ്രേമചന്ദ്രൻ തന്നെ ചോദിക്കുന്നത് പോലെ മറ്റുള്ള പലരും പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ മാത്രം എന്താണ് പ്രശ്നമാകുന്നത് എന്നത് താങ്കൾ പറയുമ്പോൾ വളരെ താങ്കൾ ഇരിക്കുന്ന ആ ഒരു പോസ്റ്റിന്റെ വാല്യൂ, ഒരു മഹത്വം താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ ഇതൊരു മണ്ടത്തരമാണ്, അയാൾ പറയുന്ന ഒരു മണ്ടനാണ് എന്ന തരത്തിലാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷേ അതിൽ പിന്നീടാണ് എനിക്കത് കൂടുതലായിട്ട് ബോധ്യപ്പെടുന്നത്. വളരെ ബോധപൂർവമായി സമൂഹത്തിൽ ഒരു കലാപം അഴിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥാനത്തിന് യോജിച്ചതല്ല. ഭരണഘടനയോട് പുലർത്തേണ്ടുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടെ മറ്റു പലരും പറയുന്നത് പോലെ ഇപ്പൊ CPM-നെതിരായിട്ടുള്ള ഒരു CPM ആക്രമണം അഴിച്ചുവിടുന്നതായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നില്ല. ഇതിവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അപ്പൊ അത് വളരെ ഗൗരവതരമായിട്ട് ഇതിനെ കാണുകയും അയാൾ തെറ്റുതിരുത്തുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും, അതായത് താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു, അതായത് ഒരു കലാപശ്രമം എന്ന മട്ടിൽ തന്നെയാണ് ഈ പ്രതികരണത്തെ കാണേണ്ടത് എന്ന്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ പരാമർശത്തിൽ എനിക്ക് തോന്നുന്നത്. ഒന്ന്, ശബരിമല എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പവിത്രമായി കാണുന്ന ഒരിടമാണ്. അവിടെ നോമ്പ് നോറ്റ് വ്രതം അനുഷ്ഠിച്ചാണ് സാധാരണ വിശ്വാസികൾ മല കയറുന്നത്. അതിൽ ഈ ഭക്ഷണം എന്നത് പ്രധാനപ്പെട്ടതാണ്. ശബരിമലയ്ക്ക് പോകുന്നവർ സാധാരണ മാംസാഹാരങ്ങൾ, മത്സ്യമാംസ ആഹാരങ്ങളെല്ലാം ഒഴിവാക്കാറുണ്ട്. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇതൊക്കെ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നൊന്നും മോണിറ്റർ ചെയ്യുവാനുള്ള സംവിധാനമില്ല. പക്ഷേ വിശ്വാസികൾ പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അതിൽ പാലിക്കാതെയാണ് താങ്കൾ ശബരിമലയിൽ കയറിയത് എന്നതാണ് NK പ്രേമചന്ദ്രൻ പറയുന്നതിൻ്റെ ഒരു വശം. മറ്റൊന്ന്, താങ്കൾ സ്വമേധയാ കയറുന്നുവെങ്കിൽ, അതായത് വിശ്വാസത്തിൻ്റെ പുറത്ത് കയറുന്നുവെങ്കിൽ പ്രേമചന്ദ്രൻ്റെ വാക്കുകൾ മല കയറിയത് എന്നാകണം. പക്ഷേ പ്രേമചന്ദ്രൻ പറഞ്ഞത് മല കയറ്റിയത് എന്നാണ്. മല കയറുന്നതും മല കയറ്റുന്നതും രണ്ടാണ്. കയറ്റുന്നത് ആരുടെയോ താല്പര്യം അല്ലെങ്കിൽ ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് പോയിന്റുകൾ ഉണ്ടാകുമ്പോൾ അതിനോട് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്?
തീർച്ചയായിട്ടും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെ വരുന്നത്. ബീഫും പൊറോട്ടയും കൊടുത്ത് പ്രലോഭിപ്പിച്ച് രണ്ട് സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റി, അതും മുസ്ലിം നാമധാരിയായിട്ടുള്ള രഹ്ന ഫാത്തിമയുടെ പേരും എന്റെ പേരുമാണ് പറയുന്നത്. അതിന്റെ കൂടെ ബീഫും കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ കൃത്യമായിട്ട് ബീഫിനെതിരായിട്ട് നടക്കുന്ന കലാപങ്ങളും ആൾക്കൂട്ടക്കൊലകളും ഒക്കെ അറിവുള്ള ആളാണ് പാർലമെന്റ് മെമ്പർ ആയിട്ടുള്ള പ്രേമചന്ദ്രൻ. അല്ല, മുസ്ലിം താമധാരി എന്ന് പറയുമ്പോൾ രഹ്ന ഫാത്തിമ അത്തരത്തിലൊരു ശ്രമം നടത്തിയിരുന്നില്ലേ? ശ്രമം നടത്തിയിരുന്നെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടില്ല എന്നുള്ളതാണ്. ബിന്ദു അമ്മിണിയും രഹ്ന ഫാത്തിമയും കൂടി പോയി പാലാ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. അവിടെ പോലീസുകാർ ഞങ്ങൾക്ക് അല്ല, താങ്കൾ ഈ മുസ്ലിം നാമധേയം എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. എടുത്തു പറയണം, കാരണം അത് ബോധപൂർവം കൂട്ടിച്ചേർത്തതാണല്ലോ. ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ് ഒരുമിച്ച് പോയത്. അപ്പൊ കനകദുർഗയുടെ സ്ഥാനത്തേക്ക് മുസ്ലിം നാമധാരിയായ രഹ്ന ഫാത്തിമയെ തിരികെ കയറ്റുന്നത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. ഇതിനകത്ത് രഹ്ന ഫാത്തിമ മുസ്ലിം മതവിശ്വാസം പിന്തുടരുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അത്തരത്തില് ബോധപൂർവമായിട്ടുള്ള ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് അണികളെ അവരെ അതിലേക്ക് ഇറക്കി വിടുന്ന തരത്തിലേക്ക് വിശ്വാസി സമൂഹം എന്ന് അവർ പറയുന്ന അവരുടെ ഡെഫിനിഷനിലുള്ള ആളുകളെ കലാപത്തിലേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് ഇവിടെ പ്രേമചന്ദ്രൻ ശ്രമം നടത്തിയിരിക്കുകയാണ്. അത് അപലപനീയമാണ്. അദ്ദേഹം അത് പിൻവലിക്കേണ്ടതാണ്. തീർച്ചയായും അതിന്റെ പൊളിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനപ്പുറത്ത് താങ്കളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. താങ്കൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നതൊക്കെ താങ്കളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ പറയുന്നത് പോലുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടല്ല താങ്കൾ ശബരിമലയിലേക്ക് പോയത് എന്നുകൂടി പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ശബരിമലയിലേക്ക് പോകുന്നത് ബീഫ് കഴിക്കാനല്ലല്ലോ. ബീഫ് ഇനി ഇവിടെ കേരളത്തിൽ, അതായത് താങ്കൾ ബീഫോ അത്തരത്തിൽ മത്സ്യമാംസാദികളോ കഴിക്കാതെയാണ് ശബരിമലയിലേക്ക് പോയത് എന്നാണോ? അങ്ങനെയും താങ്കൾ അതിനെ എതിർക്കുകയാണോ? തീർച്ചയായിട്ടും ഭക്ഷണം എന്ത് കഴിക്കണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ഇവിടെ ബീഫിനെതിരായിട്ടുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയവും ഒക്കെ തന്നെ പ്രത്യേകിച്ചൊരു മതത്തിനെതിരായിട്ടൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് എന്നിരിക്കെ തന്നെ എന്നെ സംബന്ധിച്ച്, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായിരുന്നില്ല. സമൂഹത്തിൽ വെറുപ്പ് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക, ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനത്തിനെതിരായിട്ട് കൂടിയാണ് ഞങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലക്ഷ്യം വേറെയാണ്. ശബരിമലയിലേക്ക് ഞങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇത് വളരെ തെറ്റായ അജണ്ടയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ കളവായ സ്റ്റേറ്റ്മെന്റുകൾ ബോധപൂർവം സൃഷ്ടിക്കുകയും അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം എത്തുമ്പോൾ ഞാൻ മാത്രമല്ല മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഡിഫൻസ് എടുക്കുകയും ചെയ്യുന്നത് അത് ഒരു മണ്ടത്തരമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. ഇത് വളരെ പ്ലാൻ ഒരു അജണ്ട ആയിട്ടാണ് കണക്കാക്കുന്നത്. ശരി, ഒരു കാര്യം കൂടി, ഈ ഞാൻ ചോദിച്ച രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ, അതായത് താങ്കൾ കയറുന്നതും കയറ്റുന്നതും, ഇതിലിപ്പോൾ പ്രേമചന്ദ്രൻ പറയുന്നത് കോട്ടയത്തെ പോലീസ് ക്ലബിൽ നിന്ന് പാലായിലെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച്, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് വഴി അവിടെ താമസിച്ചു എന്നാണോ എന്ന് എനിക്ക് ടെക്നിക്കലി അറിയില്ല. കോട്ടയത്തെ പോലീസ് ക്ലബിൽ നിന്ന് ബീഫും പൊറോട്ടയും കഴിച്ച ശേഷം പോയി എന്നുള്ളതാണ്. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് കോട്ടയം പോലീസ് ക്ലബിലെത്തി അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ ആയിരുന്നോ അന്ന് ശബരിമലയ്ക്ക് പോയത്? ശബരിമലയിലേക്ക് ഞാനോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോ പോകുന്ന സമയത്ത് കോട്ടയം പോലീസ് ക്ലബിലും പോയിട്ടില്ല, പാലാ ഗസ്റ്റ് ഹൗസ്, ഈ രണ്ട് സ്ഥലവും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. കനകദുർഗയും ഞാനും. ഇനി രഹ്ന ഫാത്തിമയുടെ കാര്യം പറയാൻ ഞാൻ ആളല്ല. രഹ്ന ഫാത്തിമ പോയത് വേറെ സമയത്താണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ചോദിക്കണം. ഞാൻ കോട്ടയം പോലീസ് ക്ലബിലും പോയിട്ടില്ല, ഗസ്റ്റ് ഹൗസിലും പോയിട്ടില്ല. നടക്കാത്ത കാര്യം. അയാളുടെ ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു വിഷമാണ് സമൂഹത്തിലേക്ക് ഇൻജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വിഷം സമൂഹത്തിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന ആളുകൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അയാളെ പുറത്താക്കണം, അല്ലെങ്കിൽ അയാൾ രാജിവെച്ച് പുറത്തു പോകണം. അതാണ് ശരിക്കും അയാൾക്ക് എന്തെങ്കിലും തരത്തില് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ജനങ്ങളാണ് അയാളെ തെരഞ്ഞെടുത്തത്, ജനങ്ങളോട് അയാൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഫോഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ട് ജനങ്ങളെ കലാപം നടത്താൻ ആഹ്വാനം ചെയ്യുന്നത് ഒരു കൊടും ക്രിമിനലിന്റെ ബുദ്ധിയാണ്. അപ്പൊ ആ ഒരു കൊടും ക്രിമിനൽ ബുദ്ധി പ്രയോഗിക്കേണ്ടുന്ന ഒരു പോസ്റ്റിലല്ല അദ്ദേഹം ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട MP പ്രേമചന്ദ്രൻ അയാൾക്ക് തെറ്റിദ്ധാരണ വന്നതാണെങ്കിൽ മാപ്പ് പറയുക. അയാളുടെ തെറ്റിദ്ധാരണയിൽ പോലീസ് വാഹനത്തിൽ കിടത്തിക്കൊണ്ടാണ് ശബരിമലയിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. അതായത് സ്വാഭാവികമാണല്ലോ, ആ കാലഘട്ടം നമുക്കറിയാം. 2018 സെപ്റ്റംബർ 28-നാണ്
സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി വരുന്നത്. അതിനുശേഷം ശബരിമലയിലെ അടുത്ത സീസൺ ആരംഭിക്കുമ്പോഴേക്കും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ തടയാൻ നിന്നിരുന്നു. അതിനിടെ 2019 ജനുവരി 2 അന്നല്ലേ ശബരിമലയിൽ പ്രവേശിച്ചത്? സ്വാഭാവികമായും അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് ശബരിമലയിലേക്ക് എത്തിയത്. ദൃശ്യങ്ങളിലടക്കം ചില പോലീസുകാർ ഒപ്പം നിന്നുകൊണ്ട് സംരക്ഷണം ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദൃശ്യങ്ങളായി പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് പ്രേമചന്ദ്രൻ പറയുന്നത് ഈ പോലീസ് വാഹനത്തിൽ കിടത്തിക്കൊണ്ടാണ് പോയത്. കിടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇരുന്ന് സഞ്ചരിച്ചാൽ മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ പോലീസ് വാഹനം കടന്നു പോകുന്നു, അതിൽ കിടത്തിക്കൊണ്ടാണ് പോയത്. അങ്ങനെ പോലീസ് ഒരു ഗൂഢാലോചന തന്നെ നടത്തി സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ച് നിങ്ങളെ അവിടെ എത്തിച്ചു എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അല്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞങ്ങൾ ഇതിനു മുമ്പ് ഡിസംബർ 25 ഞാനും കനകദുർഗയും കൂടി പോകാൻ ശബരിമലയിലേക്ക് അടുത്തെത്തുമ്പോൾ ഉണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ 24ന്റെ ടീം തുടക്കം മുതൽ യാത്രയിൽ നിലയ്ക്കൽ മുതൽ 24ന്റെ ടീം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ വിശ്വാസം, പിന്നെ ആ വിശ്വാസം എവിടെ പോയി സ്വാഭാവികമായും നിങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നല്ലോ അല്ലേ? പക്ഷെ അപ്പോഴും ഞങ്ങൾ നടന്നു പോകുന്നതും അതാണ് സംശയം. താങ്കൾ പറഞ്ഞതിനെ ഞാൻ സമ്മതിക്കുന്നു. താങ്കൾ നേരത്തെ ശ്രമം നടത്തി, പക്ഷെ അന്ന് അത് പരാജയപ്പെടുകയല്ലേ ചെയ്തത്? അതിനുശേഷം പബ്ലിക്കായി പോയി കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങളെ അവിടെ നിന്ന് വീട്ടിലേക്ക് ഭീഷണിപ്പെടുത്തി വിടാനാണ് അന്ന് ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാർ ശ്രമിച്ചത്. അന്ന് ഞങ്ങളെ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഹോസ്പിറ്റലിൽ നിന്ന് ഭീഷണിപ്പെടുത്തി മാറ്റാനാണ്, വീട്ടിലേക്ക് മടക്കി വിടാനാണ് അന്ന് ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാർ ശ്രമിച്ചത്. അപ്പൊ ഞാൻ നിരാഹാരം പ്രഖ്യാപിക്കുകയും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു പോവുകയുള്ളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവസാനം അവരെ ഞങ്ങളെ കയറ്റാമെന്നുള്ള ഇതിലേക്ക്. അപ്പം ഒരു സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും ഭരണഘടന അത് അനുശാസിക്കുന്നു ഈ അവകാശം, എന്നിട്ട് പോലും അത് അതിലൊരു തർക്കവുമില്ല. ഞാൻ താങ്കൾ ശബരിമലയിൽ പ്രവേശിച്ചതിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ നടന്ന് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നടന്ന് പബ്ലിക്കായി പോയതാണ്. പക്ഷെ പിന്നീട് ഈ സന്നിധാനത്തിന് എത്തിയതിന് ശേഷമുള്ള ദൃശ്യങ്ങളൊക്കെയാണ് കാണാൻ സാധിച്ചത്. അപ്പോഴാണ് പോലീസ് നിങ്ങളെ ഒളിപ്പിച്ച് കടത്തിയതാണ് എന്ന ഈ തരത്തിലുള്ള ഒരു പരാമർശം വരുന്നത്. NK പ്രേമചന്ദ്രന്റെ വാക്കുകളിൽ അങ്ങനെയാണല്ലോ. അതായത് പോലീസ് വാഹനത്തിൽ കിടത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് കടത്തി എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. അങ്ങനെയായിരുന്നോ പോയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് പോയത്? പോയതിനു ശേഷം മാത്രം ഞങ്ങളുടെ വീഡിയോസ് പുറത്തു വിടാനുള്ള കാരണം മാധ്യമങ്ങളാണ്. കാരണം ഞങ്ങളെ അവിടേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം ആദ്യം നമ്മൾ 24നെ കൂടെ കൂട്ടി, പിന്നീട് ഓരോ പ്രശ്നങ്ങളിലേക്ക് എത്തി, നടക്കാതായി, വിഷ്വൽസ് പുറത്തു വന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളാണ് ഞങ്ങളെ കയറ്റാത്തതെന്നൊരു ധാരണ വരികയും അതുകൊണ്ടാണ് മാധ്യമങ്ങളെ അറിയിക്കാതെ, മാധ്യമങ്ങൾ അവിടെ ഇല്ലാത്ത സമയം നോക്കി ഞങ്ങൾ കയറുന്നത്. മേഡം, താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ പറയുന്നത് പോലെ മാധ്യമങ്ങളായിരുന്നില്ലല്ലോ അവിടെ. ആയിരക്കണക്കിന് ആളുകൾ ആയിരുന്നു ആ സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ സ്ത്രീകൾ പ്രവേശിക്കുന്നത് കണ്ടാൽ ഈ ഭക്തരായിട്ടുള്ള ആളുകൾ അത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, അതിനെ തടയുന്നത് സാങ്കേതികമായി ശരിയെന്നല്ല ഞാൻ താങ്കളോട് പറയുന്നത്. ഒരിക്കലും അതിനിടയിലൂടെയാണ് 2 സ്ത്രീകൾ കടന്നുപോയത് എന്ന് പൊതുവെ ഉള്ള ആളുകൾക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണല്ലോ NK പ്രേമചന്ദ്രൻ ഈ പറയുന്നത് പോലെ ഇങ്ങനെയാണ് പ്രവേശിപ്പിച്ചത് എന്ന്. നിങ്ങൾ പമ്പയിൽ നിന്ന് ഈ സാധാരണ അയ്യപ്പന്മാർ പോകുന്നത് പോലെ അങ്ങനെ പോയി എന്നാണ് ഇപ്പോഴും പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ട്രബിൾ ഉണ്ടാക്കിയത് മാധ്യമങ്ങളാണ്. തൃപ്തി ദേശായിയുമായിട്ട് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ജനൻ TV വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ആദ്യത്തെ തവണയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ആളുകൾ. നിങ്ങൾ പറയുന്നത് പോലെ വിശ്വാസികളല്ല അവിടെ ആയിരക്കണക്കിന് ഉണ്ടായിരുന്നത്. പൈസ കൊടുത്ത് പെയ്ഡ് ആയിട്ട് ഓരോ ഏരിയയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ആളുകളായിരുന്നു. ഗുണ്ടകളെ പോലെ അവിടെ ഇറങ്ങിയ ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന സാധാരണ. അത് പേ ചെയ്തത് തീർച്ചയായിട്ടും സംഘപരിവാർ തന്നെയാണ്. സംഘപരിവാറിന്റെ പ്ലാൻ പൊട്ടിപ്പോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. ഞങ്ങൾ പ്രവേശിച്ചതോളൂ അന്ന് വളരെ കൃത്യമാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജനുവരി 2 ശബരിമലയിൽ കടക്കാൻ പറ്റി എന്നുള്ളത്. അന്ന് ഈ പറഞ്ഞ പെയ്ഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല, മാധ്യമ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭക്തർക്കിടയിലൂടെയാണ് ഞങ്ങൾ നടന്നുപോയത്. പലരും ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നു, ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ കടയിൽ കയറിയിട്ട് അത് അവിടുന്ന് ചെറിയ ലാം ജ്യൂസ് കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ നടന്നു പോകുന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ മീഡിയക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് അവിടെ
ഉണ്ടായിരുന്നത് ശരിക്കുള്ള ഭക്തരായിരുന്നു. ഭക്തർക്കിടയിലൂടെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. അവര് വന്നിട്ടുള്ളത് കലാപം ഉണ്ടാക്കാൻ ആയിരുന്നില്ല. അവർ അയ്യപ്പനെ ദർശിക്കാനാണ് വന്നത്. അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വിദ്വേഷമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. അവർക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടായിരിക്കാം, പക്ഷെ അവരെ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരായിരുന്നില്ല. അന്നത്തെ ദിവസം വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന പെയ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞത്. റൈറ്റ്. എന്തായാലും സംശയങ്ങൾ ഇനിയുമുണ്ട്. പ്രത്യേകിച്ച് ഇനിയും പോകാൻ ആഗ്രഹമുണ്ടോ? ഇത്തരത്തിൽ പോലീസ് സംരക്ഷണം നൽകുമോ? കാരണം സുപ്രീം കോടതിയുടെ വിധി അവിടെ നിൽക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഉണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, താങ്കൾ ബിന്ദു അമ്മണിയുടെ പരാമർശം ശ്രദ്ധിച്ചു കാണും. അതിനു മുമ്പ് ഇപ്പോഴിതാ NK പ്രേമചന്ദ്രൻ MP, അദ്ദേഹം പലപ്പോഴും ഈ പാർലമെൻറ്റിൽ സംസാരിക്കുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത് വസ്തുനിഷ്ഠമായാണ് പാർലമെൻറ്റിൽ അദ്ദേഹം സംസാരിക്കാറുള്ളത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഓരോ വിഷയവും, അത് ബില്ലിന്മേൽ ആകട്ടെ പ്രമേയത്തിന്മേലാകട്ടെ, ആ വിഷയത്തിൻ്റെ പൊളിറ്റിക്സിനപ്പുറത്ത് അതിൻ്റെ സാമൂഹികമായ ആഘാതം, അത് സാമ്പത്തികമായി എങ്ങനെ ബാധിക്കുന്നു, നിയമപരമായി അത് എങ്ങനെ നിലനിൽക്കുന്നു, ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ NK പ്രേമചന്ദ്രൻ്റെ വാക്കുകൾ അത് ഒരു കലാപാഹ്വാനത്തിന് സമാനമായ തരത്തിൽ ആണ് എന്നുള്ളതാണ് ബിന്ദു അമ്മണിയെ പോലെയുള്ളവരുടെ പ്രതികരണം. വലിയ തോതിൽ, അതായത് ഈ ബീഫും പൊറോട്ടയും കഴിച്ചിട്ടാണ് ശബരിമലയിലേക്ക് ബിന്ദു അമ്മണിയും രഹ്ന ഫാത്തിമയും എത്തിയത് എന്ന് എങ്ങനെയാണ് NK പ്രേമചന്ദ്രനെ പോലെ ഒരാൾക്ക് പറയാൻ സാധിക്കുക? ഈ ചർച്ചയില് ശ്രീ NK പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയമല്ല നമ്മളിവിടെ നോക്കുന്നത്. ശ്രീ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ ഇന്ത്യ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാൾ. ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഭാരതത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കാണാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് RSP എന്നാണ്. ആ കൊടിയുടെ നിറം താങ്കൾക്കും അറിയാമായിരിക്കുമല്ലോ. ആ RSP പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അത് UDF-നൊപ്പം നിൽക്കുന്നു എന്ന് കരുതി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പൊതു സ്വഭാവമാണല്ലോ നവോത്ഥാന ചിന്താഗതി എന്നുള്ളത്. അപ്പോൾ അവർക്ക് സ്ത്രീ പ്രവേശനത്തോട് എങ്ങനെ വിയോജിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു സ്ത്രീ എന്ത് കഴിച്ചാണ് കയറിയത് എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തെ നമുക്ക് തീരെ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞത് 100% സത്യമായ കാര്യമാണ്. കാരണം ഇത് ഇപ്പോഴത്തെ എങ്ങനെയാണ് താങ്കൾക്ക് സത്യം എന്ന് പറയാൻ സാധിക്കുക? ഞാൻ പറയാം. ഇത് ഈ കഴിഞ്ഞ ദിവസം പന്തളത്ത് നടത്തിയ UDF-ന്റെ വിശ്വാസി സംഗമവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു വിവാദ വിഷയമൊന്നുമല്ല. ഇത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീ ബാലഗോപാലാണ്. ഇതേ പ്രസ്താവന തന്നെ അദ്ദേഹം പ്രേമചന്ദ്രൻ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന്റെ ഭാഗമായി കൊല്ലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതേ വിഷയം തന്നെയാണ് അവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിനെതിരായിട്ട് ശ്രീ ബാലഗോപാൽ കേരള ഹൈക്കോടതിയിൽ പ്രേമചന്ദ്രനെതിരെ കേസ് കൊടുത്തിരുന്നു. ആ കേസ് തള്ളിപ്പോയി. അതിനുശേഷം ബാലഗോപാൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സ്പെഷ്യൽ ലീവ് പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ള ഒരു ചരിത്രപരമായ കാര്യം ഇതിന്റെ പിറകിലെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രേമചന്ദ്രന്റെ ഈ പ്രസ്താവന 100% ശരിയാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവാദത്തിനും പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കിയാണല്ലോ ബാലഗോപാൽ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് തള്ളിപ്പോയത്. ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രേമചന്ദ്രൻ പറഞ്ഞതിനകത്താണോ വിശ്വാസ്യത, ബിന്ദു അമ്മണി പറഞ്ഞതിനകത്താണോ വിശ്വാസ്യത എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് ബിന്ദു അമ്മണിയുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ബിന്ദു അമ്മണി എന്ന് പറയുന്ന ആള് പിണറായി സർക്കാരിന്റെ കയ്യിലെ ഒരു ചട്ടുകം മാത്രമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സമാധാനത്തോടെ ഉണ്ടായിരുന്ന കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനെ തെരുവിലേക്ക് ഇറക്കിയതിന്റെ കാരണക്കാരിൽ ഒരാൾ ശ്രീമതി ബിന്ദു അമ്മണി തന്നെയാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കുക, ശബരിമലയിലേക്ക് യുവതികളുടെ പ്രവേശനം സുപ്രീം കോടതിയുടെ വിധി അവിടെ നിൽക്കട്ടെ, പക്ഷെ പോകുന്ന ആൾക്ക് ഒരു അയ്യപ്പ ഭക്തയാകണം എന്നുള്ള ഒരു ബേസിക് ആയ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ശ്രീമതി ബിന്ദു അമ്മണി അപ്രകാരം ഒരു അയ്യപ്പ ഭക്തയൊന്നുമല്ല. അവർ 2019 ജനുവരി മാസത്തിൽ ശബരിമലയിലേക്ക് പോയതിനു ശേഷം തൊട്ടടുത്ത് അവർ പങ്കെടുത്ത പരിപാടി എന്താണ്? കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിന്റെ സ്വതന്ത്ര ലോകം 2019 എന്ന് വെച്ചാൽ യുക്തിവാദികളുടെ സംഘടനയുടെ മീറ്റിംഗിലേക്കാണ് ബിന്ദു അമ്മണി പോയത്. ശബരിമലയിലെ അയ്യപ്പനെ സന്ദർശിക്കുന്ന ഭക്തി ഒരിടത്ത് നിൽക്കുന്നു, ഒരിടത്ത് ഭക്തി ഇല്ലായ്മയുടെ വിശ്വാസം നിൽക്കുന്നു. ഇത് രണ്ടുകൂടെ എങ്ങനെ പൊരുത്തപ്പെടും? ബിന്ദു അമ്മണി, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ബിന്ദു അമ്മണിക്ക് ഇപ്രകാരം ശബരിമലയിൽ പോകണമെന്നുള്ള ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് പിണറായി സർക്കാർ എങ്ങനെയാണ് അറിഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്. ബിന്ദു അമ്മണിയിലേക്ക് തേടി ചെല്ലുകയാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ബിന്ദു അമ്മണി മാത്രമായിരുന്നില്ല, നിരവധിയായ സ്ത്രീകൾ ആ സമയത്ത്, താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, പുറത്തു നിന്ന് ഇതര സംസ്ഥാനത്ത് നിന്ന് ആളുകൾ വന്നിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. അതിൽ ചില ആളുകൾ
ഈ പ്രതിഷേധത്തെ തുടർന്ന് പുറത്ത് അതായത് അവിടെ നിന്ന് പിൻവാങ്ങിയവർ ഉണ്ട്. ഈ കോടതി വിധിയോട് ഇത്തരം വിയോജിപ്പുണ്ട് എന്ന് അറിയാതെ വന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ വന്നവരുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന സ്ത്രീ സംഘത്തെ പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത് താങ്കൾക്ക് ഓർമ്മ കാണും. അപ്പോൾ ബിന്ദു അമ്മണിക്ക് മാത്രമല്ലല്ലോ, അങ്ങനെ സർക്കാരിന് നമുക്ക് പറയാൻ സാധിക്കുമോ? അല്ല, ബിന്ദു അമ്മണി എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ആണ് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബിന്ദു അമ്മണിയുടെ രാഷ്ട്രീയം തന്നെയാണ്. കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം എന്ന് പറയുന്ന കേരളത്തിലെ യുക്തിവാദി സംഘടനയുടെ സജീവമായിട്ടുള്ള പ്രവർത്തനവും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്ത ആളാണ്. 2019 ശബരിമലയിലേക്ക് പോയി വന്നതിന് ശേഷം ആദ്യം ചെയ്ത പരിപാടികളിലൊന്നാണ്. ഇവരുടെ കുട്ടിക്കാലം തൊട്ടുള്ള രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ CPI-ML അവർക്ക് രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയം ദൈവവിശ്വാസത്തിന് എതിരാണല്ലോ. CPI-ML എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ബിന്ദു അമ്മണി. ഭീം ആർമി എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ബിന്ദു അമ്മണി. ഈ ബിന്ദു അമ്മണി കയ്യടി നേടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരുടെയോ കയ്യിലെ ചട്ടുകമായിട്ടൊന്ന് ശബരിമലയിലേക്ക് പോയേക്കാം എന്നുള്ള ലക്ഷ്യം. അവിടെ ബിന്ദു അമ്മണി നേരത്തെ പറഞ്ഞിരുന്നു, അതായത് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാകുന്ന കോടതി വിധി ഉണ്ടാകുന്നു, അവിടെ സ്ത്രീ വിവേചനത്തിന് തുറന്നു കാട്ടപ്പെടുന്ന ഒരു കോടതി വിധിയാണ് വന്നത്, അതുകൊണ്ട് തന്നെ ആ കോടതി വിധി നടപ്പിലാക്കേണ്ടതുണ്ട്, അതിന്റെ ഭാഗമായാണ് താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത് എന്ന് പറയുന്നുണ്ട് ബിന്ദു അമ്മണി. കോടതി വിധി നടപ്പാക്കേണ്ടത് അയ്യപ്പനിൽ വിശ്വാസമുള്ള ഒരു യുവതിയായിരുന്നു പോകേണ്ടിയിരുന്നത്. അയ്യപ്പനിൽ വിശ്വാസമുള്ള യുവതിയാണെങ്കിലും അനുവദിക്കുമായിരുന്നോ? അങ്ങനെ അയ്യപ്പനിൽ വിശ്വാസം അർപ്പിച്ചു വന്നവരുണ്ടല്ലോ അവിടെ, അവരാണല്ലോ ഈ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിയത്. അയ്യപ്പനിൽ വിശ്വാസമുള്ള യുവതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ പ്രവേശിപ്പിക്കണമെന്നുള്ള താല്പര്യം സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ ബിന്ദു അമ്മണിയെ എപ്രകാരമാണോ ജീപ്പിൽ കിടത്തി കൊണ്ടുപോയെന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞത് അതേപോലെ തന്നെ അവരെ കൊണ്ടുപോകണമായിരുന്നു. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ പറ്റി ചർച്ച വരുന്നത് കൊണ്ടാണ് ഇത് പ്രശ്നം വരുന്നത്. വേറെ ഒരു യുവതി കയറിയിരുന്നുവെങ്കിൽ അവരുടെ രാഷ്ട്രീയവും നമ്മൾ അന്വേഷിക്കുമല്ലോ, അവരുടെ ഈശ്വര ചിന്താഗതിയെ പറ്റി നമ്മൾ അന്വേഷിക്കുമല്ലോ. അപ്രകാരം അന്വേഷണം നടത്തുമ്പോൾ അവര് അയ്യപ്പനിലോ അല്ലെങ്കിൽ ദൈവങ്ങളിൽ വിശ്വാസമുള്ള ആളാണ് എങ്കിൽ ഈ വിവാദത്തിന് പ്രസക്തിയില്ലല്ലോ. ശ്രീ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായും ഭംഗിയായിട്ടും കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന, സത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ശ്രീമതി ബിന്ദു അമ്മണിക്ക് ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യം കള്ളമാണ് എങ്കിൽ എന്തുകൊണ്ട് 2019 തൊട്ട് പ്രേമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു? നാളിതുവരെ എന്തുകൊണ്ട് അവർക്കൊരു നിയമപരമായിട്ടുള്ള നടപടികൾ പ്രേമേന്ദ്രനെതിരെ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല? അപ്പോൾ കൃത്യമാണ് പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന മികച്ച പാർലമെന്റേറിയൻ ആയിട്ടുള്ള ആ വ്യക്തി ഇതിനെപ്പറ്റി പറഞ്ഞത് 100% സത്യമാണ്. ബിന്ദു അമ്മണിക്ക് ബീഫും അതുപോലെ തന്നെ ഈ പൊറോട്ടയും കൊടുത്തതിന് ശേഷം കൊണ്ടുപോയി എന്ന് പറഞ്ഞതിന്റെ ശക്തമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ശ്രീ പ്രേമേന്ദ്രന്റെ ലഭ്യമാണ്. അതുകൊണ്ടാണ് 2019 ബാലഗോപാൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി യാതൊരു തീരുമാനവും എടുക്കാതെ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീമതി ബിന്ദു അമ്മണിയുടെ കൂട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലെ കലാപ സാഹചര്യം ഉണ്ടാക്കിയത്. കാരണം സാധാരണഗതിയിൽ യാതൊരുവിധമായ പ്രശ്നങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാത്ത മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ തെരുവിലേക്ക് ഇറക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരി ബിന്ദു അമ്മണി തന്നെയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RV ബാബു, NK പ്രേമചന്ദ്രൻ പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ബിന്ദു അമ്മണി ചെയ്യുന്നത്. താൻ ശബരിമലയ്ക്ക് പോയ സമയത്ത് പാലായിലെ ഗസ്റ്റ് ഹൗസ് കണ്ടിട്ടുമില്ല, കോട്ടയത്തെ പോലീസ് ക്ലബിൽ നിന്ന് ഈ ബീഫും അല്ലെങ്കിൽ പൊറോട്ടയും ഒന്നും കഴിച്ചിട്ടില്ല. എന്ത് കഴിക്കണമെന്നത് അവരുടെ സ്വാതന്ത്ര്യം ആണ്. അതോടൊപ്പം പോലീസ് വാഹനത്തിൽ കിടത്തിക്കൊണ്ട് പോയിട്ടുമില്ല. അതിനൊക്കെ അപ്പുറത്ത് NK പ്രേമചന്ദ്രൻ ബോധപൂർവമായാണ് 2 പേരുകൾ പറഞ്ഞത്. അതിലൊന്ന് ബിന്ദു അമ്മണിയുടെയും മറ്റൊന്ന് രഹ്ന ഫാത്തിമയുടേതുമാണ്. രഹ്ന ഫാത്തിമ തന്നോടൊപ്പം ഉണ്ടായിരുന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ വാദങ്ങളെയും ബിന്ദു അമ്മണി ഈ മട്ടിൽ തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ NK പ്രേമചന്ദ്രൻ വസ്തുതാപരമായാണ് പറയുന്നത് എങ്കിൽ തന്നെ ബിന്ദു അമ്മണിയോടൊപ്പം അന്നുണ്ടായിരുന്നത് കനകദുർഗയായിരുന്നല്ലോ. അല്ല, ബിന്ദു അമ്മണിയുടെ കൂടെയാണ് രഹ്ന ഫാത്തിമ എന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ബിന്ദു അമ്മണിയും രഹ്ന ഫാത്തിമയും കയറിയത് ഈ പറഞ്ഞ രീതിയിൽ അവിടുത്തെ ആചാരങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ വ്രതമോ ശുദ്ധിയോ പാലിക്കാതെയാണ് എന്നാണ് പ്രേമേന്ദ്രൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രേമേന്ദ്രന്റെ ആരോപണം എന്താണ്? ശബരിമലയിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തന്മാർ വരേണ്ടത് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ വ്രതശുദ്ധിയും പാലിച്ചുകൊണ്ടായിരിക്കണം. ആ വ്രതശുദ്ധിയോടുകൂടിയല്ല ഈ പറയുന്ന ബിന്ദുവും കനകദുർഗയും രഹ്ന ഫാത്തിമയും ഒക്കെ ക്ഷേത്രത്തിലേക്ക് വന്നത് എന്നുള്ളതാണല്ലോ അതിന്റെ യഥാർത്ഥത്തിലെ വസ്തുത. അതാണ്, ആ വ്രതശുദ്ധി പാലിക്കാതെ വന്നു എന്നുള്ളതാണ്. എനിക്കിപ്പോ ബിന്ദു അമ്മണി പൊറോട്ട കഴിച്ചിരുന്നോ അല്ലെങ്കിൽ ബിന്ദു അമ്മണി ബീഫ് കഴിച്ചിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അത്
പക്ഷെ നമുക്ക് പ്രേമചന്ദ്രൻ എങ്ങനെയാണ് പറഞ്ഞ അവരുടെ കാര്യം. വ്രതശുദ്ധിയെയും അവരുടെ വിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്യാൻ പറ്റുക ശ്രീ ആർ വി ബാബു? അല്ല, അത് ചോദ്യം ചെയ്യുന്നത് അവരുടെ അതിനു മുൻപുള്ള ജീവിത രീതികളെ സംബന്ധിച്ചും അതിനുശേഷമുള്ള അവരുടെ ജീവിത രീതികളെയും മനസ്സിലാക്കിയിട്ടാണ്. സാമാന്യനെ നമുക്ക് മനസ്സിലാക്കുക അവരൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എന്ന് എവിടെയും പ്രൂവ് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അവര് സ്വന്തം ഞാൻ എന്റെ വിശ്വാസം എന്റെ നിലയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറ്റില്ല. കാരണം ശബരിമലയിലേക്കുള്ള കാര്യം എന്ന് പറയുന്നത് അത് പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കറുപ്പെടുക്കുക, ഇരുമുടിക്കെട്ട് എന്നുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരസ്യമായി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അത് പ്രകടനാത്മകതയും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബിന്ദു അമ്മണി എവിടെയും എക്സിബിറ്റ് ചെയ്തിട്ടില്ല. ബിന്ദു അമ്മണിയുടെ വിശ്വാസം തെളിയിക്കുന്ന ക്ഷേത്ര അതിനു മുൻപ് ബിന്ദു അമ്മണി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായിട്ടോ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ബിന്ദു അമ്മണി അത്തരത്തിൽ ഒരു വിശ്വാസിയല്ലാതെ ഒരു ആക്ടിവിസ്റ്റിന്റെ രൂപത്തിലാണ് അവിടെ വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കനകദുർഗ ഒരു ആക്ടിവിസ്റ്റിന്റെ രൂപത്തിലാണ് അവിടെ വന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രഹന ഫാത്തിമയും ആക്ടിവിസ്റ്റാ എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അതല്ലാത്ത വിശ്വാസികളായ ഏതെങ്കിലും സ്ത്രീകൾ അവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ ദിവസേന ക്ഷേത്രങ്ങളിൽ പോവുക അല്ലെങ്കിൽ വഴിപാട് നടത്തുക അങ്ങനെ ഉള്ള ഒരു സ്ത്രീയും ശബരിമലയിൽ വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോ ഈ സുപ്രീം കോടതി വിധിയുടെ മറവിൽ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ചിലരെ കെട്ടി എഴുന്നള്ളിക്കാൻ സർക്കാർ ശ്രമിച്ചു. അവരിൽ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന രീതിയിൽ വ്രതശുദ്ധിയോടെ വന്നവരല്ല എന്ന്. ഇപ്പോ രഹന ഫാത്തിമ വ്രതശുദ്ധിയോടെ വന്നു എന്ന് പറയാൻ പറ്റുമോ? രഹന ഫാത്തിമ ആ നിലയ്ക്കുള്ള ഒരു ക്യാരക്ടർ ആണോ? അവരെ ഇപ്പൊ നിങ്ങൾക്ക് രഹന ഫാത്തിമയെ സംബന്ധിച്ച് ഒരു അക്ഷരം പറയാൻ സാധിക്കുമോ? ഇപ്പോ ചാനലുകൾക്ക് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടോ? ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു കാര്യമാണോ? അപ്പോ അത്തരം കാര്യങ്ങളെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യമായിരുന്നോട്ടെ. ശബരിമലയിൽ അത്തരം വ്യക്തികൾ കടന്നു വരുമ്പോൾ അത് വിശ്വാസികളെ വ്രണപ്പെടുത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടേ? അത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് അവരുടെ ജീവിതം എന്നുള്ളത്. അങ്ങനെയുള്ള ആള് പോലീസ് സംരക്ഷണത്തോടെ കയറി വരുമ്പോൾ പരിപൂർണമായും പോലീസിന്റെ സംരക്ഷണയോടുകൂടി ശബരിമലയിലേക്ക് അത്തരം ആളുകളെ കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വാസികളായിട്ടുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നാൽ ഈ പ്രശ്നം അത്രയും ജനങ്ങളുടെ ഉള്ളിൽ ഒരു വികാരമായിട്ട് പടർന്നു കയറുമായിരുന്നില്ല. മറിച്ച് ഇത്തരത്തിലുള്ള ആളുകളാണ് ശബരിമലയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ അവിടുത്തെ വിശ്വാസത്തെ തകർക്കാൻ, ജനങ്ങളുടെ ഭക്തരുടെ വിശ്വാസത്തെ തകർക്കാനും അവിടുത്തെ ശുദ്ധി തകർക്കാനും വേണ്ടി ആസൂത്രിതമായി അന്നത്തെ ഗവൺമെന്റ് ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ്. അതായത് അത്തരം ശ്രമങ്ങൾക്ക് ഇവരെ ടൂളാക്കി മാറ്റി എന്നാണ് പറയുന്നത് താങ്കൾ? അത്തരം ശ്രമങ്ങൾക്ക് ഇവരെ ടൂളാക്കിയല്ല. ശരി, അങ്ങനെയെങ്കിൽ ശ്രീമതി ബിന്ദു അമ്മണി, താങ്കൾ കേട്ട് കാണും ഈ പ്രതികരണങ്ങൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ് ആർ വി ബാബുവും അഡ്വക്കേറ്റ് അനിൽ വിളയിലും ഇവിടെ സൂചിപ്പിക്കുന്നത്. താങ്കളെ ഒരു ടൂളാക്കി മാറ്റുകയായിരുന്നു സർക്കാർ എന്ന് തന്നെയാണ്, ഈ പരാമർശം തന്നെയാണ് NK പ്രേമചന്ദ്രനും പറഞ്ഞിട്ടുള്ളത്. അല്ല, അഡ്വക്കേറ്റ് അനിൽ അദ്ദേഹം ഒരു വക്കീലല്ലേ? മിനിമം മര്യാദ എന്ന് പറയുന്നത് പാലിക്കേണ്ടതാണ്. ഒരു സ്ത്രീയെ, ഞാനും ഒരു അഡ്വക്കേറ്റ് ആണ്, ഒരു സ്ത്രീയെ ജീപ്പിൽ കിടത്തിക്കൊണ്ട് പോയി എന്നൊക്കെയാണ് വന്ന് പറയുന്നത്. എന്ത് ഞാൻ അങ്ങനെയല്ല പറയാം, പ്രേമേന്ദ്രൻ അങ്ങനെ പറഞ്ഞതാണ് പറഞ്ഞത്. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താന് എന്നെ കയറ്റിക്കൊണ്ട് പോയി എന്നൊരു പ്രേമേന്ദ്രൻ പറഞ്ഞെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രേമേന്ദ്രൻ പറഞ്ഞെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേര് ഡയറക്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രേമേന്ദ്രൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പ്രേമചന്ദ്രനോ ഏതെങ്കിലും ചന്ദ്രനോ പറഞ്ഞോട്ടെ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അഡ്വക്കേറ്റായ താങ്കൾ? ഞാനത് കോട്ട് ചെയ്യാനുള്ള അധികാരമൊക്കെ എനിക്കുണ്ട് നിയമപ്രകാരം. കോട്ട് ചെയ്തതാണ്. ഈ ചർച്ച അവതരിപ്പിക്കുന്ന ശ്രീ അഭിലാഷ് പോലും അത് കോട്ട് ചെയ്തല്ലോ. പിന്നെ എനിക്ക് എന്താണ് കോട്ട് ചെയ്താല്? അല്ല, അതിൽ ശ്രീമതി ബിന്ദു അമ്മണി അദ്ദേഹത്തിന്റെ പരാമർശം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ തന്റെ സ്വന്തം പ്രതികരണം എന്ന മട്ടിലല്ല പറഞ്ഞത്. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് എന്നാണ് NK പ്രേമചന്ദ്രൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെ തന്നെയാണ് കോട്ട് ചെയ്തത്. അത് കോട്ട് ചെയ്യുമ്പോൾ ഒരു വക്കീലായ ഒരാൾക്ക് ഒരു ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. അങ്ങനൊന്നുമില്ല. ഒരു വക്കീലായ ആള് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിലുപരി അയാൾ ഒരു വക്കീലാണ്. ആ വക്കീലിന് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദ പാലിച്ചു തന്നെയാണ് ചെയ്തത്. ബിന്ദു അമ്മണിയുടെ മാന്യതയല്ല അതല്ലല്ലോ. ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. കോട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. ഇത്തരത്തിലെ ആരോപണങ്ങൾ അയാൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്
ഉന്നയിക്കുന്നത്. ഞാൻ ശബരിമലയിൽ നിന്ന് ഇറങ്ങി വന്ന ആദ്യം പങ്കെടുത്ത പരിപാടി യുക്തിവാദികളുടെ പരിപാടിയല്ല. ഞാൻ പങ്കെടുത്തത് ആർപ്പോ ആർത്തവം എന്ന പ്രോഗ്രാമിലാണ്. ആർപ്പോ ആർത്തവത്തിൽ എന്താണ് തെറ്റ്? ഒരു കുഴപ്പമില്ല. സ്ത്രീകൾ എംപവർ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. 2019 സ്വതന്ത്ര ലോകം കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിന്റെ പരിപാടിയിൽ ബിന്ദു അമ്മണി പങ്കെടുത്തിട്ടുണ്ട്. ഫ്രീ തിങ്കേഴ്സിന്റെ പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവാം. താങ്കൾ പറഞ്ഞത് വിശ്വാസി അല്ല എന്നുള്ളത് തന്നെ പറഞ്ഞുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ബിന്ദു അമ്മണിയോട് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സ്വതന്ത്ര ലോകം മാത്രം നടത്തിയ പരിപാടിയല്ല ആർപ്പോ ആർത്തവം എന്നുള്ളത്. സ്ത്രീകൾക്കെതിരായ വിവേചനത്തിനെതിരായിട്ട് ആർത്തവവുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരിപാടിയാണ്. തീർച്ചയായിട്ടും ആർത്തവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വിലക്കുള്ളത്. അപ്പൊ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായി പങ്കെടുത്തത്. താങ്കൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കരുത്. അതുപോലെ തന്നെ ഇവിടെ RSS വക്താവായ RSSന്റെ പ്രധാനപ്പെട്ട ഒരാളായ ബാബു സാർ പറയണ്ടായി, എന്തൊക്കെയാണ് നിങ്ങൾ വന്ന് പറയുന്നത്? എന്നെ CPM കയറ്റിയതാണെന്നോ? എങ്ങനെയാണ് CPM എന്നെ കയറ്റാൻ പറ്റുക? താങ്കൾ തന്നെ പറയുന്നുണ്ട്, എന്റെ പ്രീവിയസ് ആയിട്ടുള്ള എന്റെ പൊളിറ്റിക്കൽ ഇതിനെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും പറയുന്നുണ്ട്. ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ നടത്തിയ കലാപം, ആ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് എന്നെ പോലെയുള്ള ആളുകൾക്ക് ശബരിമലയിൽ പോകണമെന്ന തോന്നൽ പോലും ഉണ്ടാകുന്നത്. ഇവിടെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പാവയല്ല ഞാൻ. CPMന്റെ ടൂളല്ല ഞാൻ. CPMന് അതിന് ഇഷ്ടം പോലെ മെക്കാനിസം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ സംഘടനയെ, മഹിളാ സംഘടനയെ കയറ്റിയ പോയിരുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കയറുന്ന ഒരാളല്ല ഞാൻ. ബിന്ദു അമ്മണി എന്ന് പറയുന്ന എനിക്ക് എന്റേതായ വ്യക്തിത്വമുണ്ട്. ഇവിടെ നിങ്ങൾ ഭീമാർമയിൽ ഞാൻ അതിൽ സപ്പോർട്ട് ചെയ്തെങ്കിൽ എന്താണ് തെറ്റ്? ഇന്ത്യയിലെ ദളിതരെ ഐക്യപ്പെടുത്തിക്കൊണ്ട് ദളിതർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഉള്ള മൂവ്മെന്റുകളിൽ ഞാൻ ഭാഗമാണ്. നിങ്ങൾ ദളിതരെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ തയ്യാറല്ല. ഞങ്ങളെ പോലെയുള്ള ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ തയ്യാറല്ല. ഇവിടെ സമൂഹത്തിൽ ഞങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ എറിഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു കുറ്റകൃത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടെ ചരിത്രപരമായി സൃഷ്ടിക്കപ്പെട്ട ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയെ തള്ളിക്കളയുന്ന നിലപാടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മനുസ്മൃതി വീണ്ടും ഭരണഘടനയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ചുകൊണ്ട് പരസ്പരം ആക്രമിക്കാൻ, ഞങ്ങളുടെ തല എറിഞ്ഞു പൊളിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. സ്ത്രീകളെ, മെൻസ്ട്രേറ്റിംഗ് ഏജിലുള്ള സ്ത്രീകൾ ശബരിമലയിലേക്ക് പോയാൽ അവരുടെ തല എറിഞ്ഞു പൊളിക്കണം, അവരെ കൊല്ലണമെന്ന് പറയുന്ന കൊലവിളി നടത്തുന്ന ആളുകളാണ് അവർ. അത്തരം പ്രസ്ഥാനങ്ങളുടെ വക്താക്കളാണ് നിങ്ങൾ രണ്ടുപേരും. തീർച്ചയായും ശ്രീമതി ബിന്ദു അമ്മണി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു താങ്കളും ഒരു അഭിഭാഷക ആണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അത്തരം പരാമർശങ്ങൾ, അതായത് തലയെറിഞ്ഞ് പൊട്ടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞത് ആരാണ്? തലയെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച ആളുകളുടെ വക്താക്കളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളടക്കം, എന്റെ അടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ഓട്ടോ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ ഇത് വെറുതെ പറയില്ല, തെളിവുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യമാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? ഞങ്ങളെ കൊല്ലാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി. അല്ല, തീർച്ചയായും താങ്കൾ ഈ പറഞ്ഞത് ശരിയാണ്. ആ വിഷ്വലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. താങ്കൾ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന, അതിനോടൊന്നും വിയോജിപ്പില്ല. നേരത്തെ അഡ്വക്കേറ്റ് അനിൽ വെളിയിൽ സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു, ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ പരാമർശങ്ങൾ നടത്തി പോവുകയല്ല, തെളിവുകൾ വേണം, ഫാക്റ്റുകൾ വേണമെന്നാ. അതുകൊണ്ട് താങ്കൾക്കും സംസാരിക്കാം. ഞാൻ അതിനെയല്ല കേട്ടോ ചോദ്യം ചെയ്തത്. താങ്കളോട് ഇപ്പോഴും ചോദിച്ചത് ഇവർ വക്താക്കൾ എന്ന് പറയുമ്പോൾ അതിന് താങ്കൾക്കും ഫാക്ട് വേണമല്ലോ എന്നതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അത് ഫാക്ട്. ഞാൻ തന്നെ തെളിവാണ്. ഞാൻ വിക്ടിമാണ്. എന്നെ ആക്രമിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഞാൻ ഡയറക്റ്റ്, അതിന് എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അതായത് പോലീസ് കേസ് ഉണ്ട്, ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. തെളിവില്ലാതെ വെറുതെ പറയല്ല, കേട്ട് പറയല്ല, ഹിയർസല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ട അടിസ്ഥാനത്തിൽ പറയല്ല. ഡയറക്റ്റ് ആയിട്ടുള്ള വിക്ടിമാണ് ഞാൻ. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? കുമാർ കൂടി. ശരി, വളരെ പെട്ടെന്ന് എനിക്ക് അനിൽകുമാറിലേക്ക് പോകണം. അനിൽ വിളി, ഒരു സെക്കൻഡ്, ഞാൻ ചർച്ചയിൽ ഇറങ്ങാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട്, ശ്രീമതി ബിന്ദു അമ്മണി എപ്പോൾ പറഞ്ഞാലും ചർച്ചകളിലൊക്കെ തന്നെ മനുസ്മൃതി തുടങ്ങിയ വാക്കുകളെടുത്ത് അങ്ങ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ശബരിമലയിലേക്ക് വരുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ ഭാരതത്തിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വനിതയാണ്. ആരാണ്? ബിന്ദു അമ്മണി പറയട്ടെ. അത്തരത്തിൽ വിശ്വാസികളായിട്ടുള്ള ഏതാൾക്കാർക്കും ശബരിമലയിലെ തന്റെ ഇടത്തോടു കൂടി അവിടെ വന്ന അയ്യപ്പ ഭഗവാനെ കാണാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്, ഒരു സംസ്കാരമാണ്.
ബിന്ദു അമ്മണിയുടെ മുൻകാല ചെയ്തികളും ബിന്ദു അമ്മണിയുടെ ശബരിമലയ്ക്ക് സന്ദർശനത്തിന് ശേഷമുള്ള പിൻകാല ചെയ്തികളും ഒക്കെ ഒരു പൊതുസമൂഹം അംഗീകരിക്കുന്നതല്ല. ബിന്ദു അമ്മണി വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ പോയിരുന്നു എങ്കിൽ കറക്റ്റ് ആയിരുന്നു. ശ്രീ RV ബാബു സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്തിന്റെ പുറത്താണ് പോയതെങ്കിലും തടയുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഓരോ ഭക്തന്റെയും സ്വാഭാവികമായ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒക്കെ ചെയ്താൽ അത് പെയ്ഡ് ആണ്. ഇവിടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം ആൾക്കാർക്കൊക്കെ 1000 2000 രൂപ കൊടുത്തുകൊണ്ട് ബിന്ദു അമ്മണിയെ തടയാൻ നിർത്തിയിരിക്കുകയാണെന്നൊക്കെയുള്ള വിഡ്ഢിത്തം കേൾക്കാനും മാത്രമുള്ള ഒരു നിലവാര തകർച്ച കേരളത്തിലെ ആൾക്കാർക്ക് ഉണ്ടായോ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അങ്ങനൊന്നും അല്ല. സ്വാഭാവികമായും തെരുവിലേക്ക് ഇറങ്ങാൻ ആൾക്കാരെ ഇറക്കിയതിന്റെ പ്രധാനപ്പെട്ട വ്യക്തി ബിന്ദു അമ്മണിയാണ്. ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, CPM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ കയ്യിലെ വെറും ചട്ടുക മാറുകയായിരുന്നു ബിന്ദു അമ്മണിയും രഹന ഫാത്തിമ കൂടെയുള്ള വ്യക്തികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ആക്ടിവിസ്റ്റുകളാണ്. അവർക്ക് വിവാദങ്ങളിൽ കൂടെ എപ്പോഴും പേരും പ്രശസ്തിയും ഉണ്ടാകുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എന്തുകൊണ്ടാണ് ബിന്ദു അമ്മണി എനിക്ക് ഇതേപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിക പള്ളിയിൽ ഒന്ന് കയറണം എന്ന് പറയാനുള്ള ധൈര്യവും തന്റെ ഇടവും ബിന്ദു അമ്മണിക്കുണ്ടോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. അതൊരു കാര്യം. ഇവിടുത്തെ ഹിന്ദുവുമായി ബന്ധപ്പെട്ട ഏത് ആചാരാനുഷ്ഠാനത്തിന്റെ മണ്ടയ്ക്കും കയറാന് ബിന്ദു അമ്മണിക്ക് സ്വാതന്ത്ര്യമുള്ള നാടാണ്. പക്ഷെ ഒരു ഇസ്ലാമിക വിഭാഗത്തിലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒന്ന് വാദിക്കാനോ മുസ്ലിം പള്ളിയിൽ പോയി മുസ്ലിം പള്ളിക്ക് അകത്തൊന്ന് കയറണമെന്നുള്ള ഒരു ആവശ്യമെങ്കിലും ബിന്ദു അമ്മണിക്ക് ഉന്നയിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും 2 മുസ്ലിം പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട്? അതൊന്നും പാടില്ല. ഇവിടെ ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് എന്ത് കയറുന്ന ആക്ടിവിസ്റ്റ് ആണ് ഞാൻ എന്ന രീതിയിലുള്ള ചർച്ചയൊന്നും ശരിയല്ല. ഞങ്ങൾ ആരെയും കൊലയ്ക്ക് കൊടുക്കാനോ തേങ്ങായ്ക്ക് എറിയാനോ ഒന്നും ആഹ്വാനം ചെയ്തിട്ടില്ല. ബിന്ദു അമ്മണി അഡ്വക്കേറ്റ് ആണെന്നാണ് പറയുന്നത്. ബിന്ദു അമ്മണി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞു, ബിന്ദു അമ്മണി പറഞ്ഞിരിക്കുന്നത് 100% വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കയ്യടി നേടാൻ വേണ്ടി മനുസ്മൃതി, സ്ത്രീ സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ബിന്ദു അമ്മണി ഈ രാജ്യത്തെ ഈ ലിംഗഭേദം അനുസരിച്ച് ബുദ്ധിമുട്ടുന്ന, ഭരണഘടന അനുശാസിക്കുന്ന സ്ത്രീ സമത്വം ഇല്ലാത്ത ഇസ്ലാമികരായിട്ടുള്ള വിശ്വാസികൾ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി കൂടി ബിന്ദു അമ്മണി ഒന്ന് നാക്കുയർത്തണം, വായൊന്ന് പൊളക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശബരിമലയിൽ പോയി എന്ന് പറഞ്ഞ് ഹോട്ടലിൽ നിന്നുള്ള പിക്ചർ അടക്കം പ്രചരിച്ചല്ലോ. നിങ്ങൾ അതെന്താ പ്രശ്നം ഉണ്ടാക്കാത്ത? കെ സുരേന്ദ്രൻ അങ്ങനെ ആകാമോ? കെ സുരേന്ദ്രൻ ബീഫ് കഴിക്കുന്ന, ഹോട്ടലിൽ നിന്ന് ബീഫ് കഴിക്കുന്ന ഫോട്ടോസ് ശബരിമലയിലേക്ക് പോകുന്നതിനിടയിൽ പ്രചരിച്ചിരുന്നു. അങ്ങനെ പ്രചരിച്ചതൊക്കെ വ്യാജമായ സൃഷ്ടിയാണ്. കെ സുരേന്ദ്രൻ അടിയുറച്ച അയ്യപ്പ വിശ്വാസി തന്നെയാണ്. ഏതെങ്കിലും ഒരു സാധനം തിന്നുന്ന പടം കാണിച്ചിട്ട് അത് ബീഫാണ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സുരേന്ദ്രന് തികഞ്ഞ അയ്യപ്പ വിശ്വാസി തന്നെയാണ്. അദ്ദേഹം ബീഫ് കഴിച്ചിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ശ്രീ പ്രേമേന്ദ്രനെതിരെ കേസ് കൊടുക്കുകയോ വക്കീൽ നോട്ടീസ് അയക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചെലവൊന്നുമില്ലല്ലോ, അഭിഭാഷകയാണെന്നല്ല പറയുന്നത്. 2019 തൊട്ട് പ്രേമേന്ദ്രൻ കൃത്യമായി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തെളിവുണ്ടാകാം. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ. അത് UDF നടത്തിയ അയ്യപ്പ സംഘമൊക്കെ തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യം 100% സത്യമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങൾ അതിനെതിരെ പോരാടുക തന്നെ വേണം. ഞാൻ വരാം അഡ്വക്കേറ്റ് അനിൽകുമാർ. യെസ്, ശ്രീമതി ബിന്ദു അമ്മണി, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ ഇപ്പോൾ ശ്രീ K അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇതാ CPIM എത്തിച്ചതാണ്, സർക്കാർ എത്തിച്ചതാണ് ബിന്ദു അമ്മണിയെ പോലെയുള്ള ആളുകളെ. യെസ്, അവർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല. ശ്രീമതി ബിന്ദു അമ്മണി ഇവിടെ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതും താങ്കളുടെ വ്യക്തിപരമായ നിലപാടാണ്. ഈ ഒരു വിഭാഗത്തിനിടയിലെ സ്ത്രീകൾക്ക് എതിരായ അസമത്വത്തിനെതിരെ മാത്രമാണോ പോരാടാൻ ശേഷിയുള്ളൂ? എല്ലാ മതവിഭാഗങ്ങളിലെയും ഈ സ്ത്രീ അസമത്വത്തിനെതിരെ പോരാടുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ദളിതായിട്ടുള്ള ആളുകൾ അതിനെ ഈ 4 വർണ്ണങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും ഹിന്ദു സമൂഹം കണ്ടിരുന്നില്ല. അൺടച്ചബിൾ ആയിട്ട്, ഔട്ട്കാസ്റ്റ് ആയിട്ട്, 5ാമത്തെ വർണ്ണമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ നിലവിൽ ബ്രോഡർ ആസ്പെക്ടിൽ ഹിന്ദു എന്ന് പറയുന്ന ഇതിലേക്ക് ദളിതുകളെയും കൂടെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ വരുന്ന ആളാണ്. അതുകൊണ്ട് ഹിന്ദു വിഭാഗത്തിലെ മാത്രമാണ് താല്പര്യമുള്ളൂ എന്നല്ല, ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യം ഇസ്ലാം മതത്തിനുള്ളിലുള്ള ആളുകൾ ചെയ്യട്ടെ. താങ്കൾക്ക് താല്പര്യമില്ല? അത് തീർത്തും അതിനകത്ത് അപ്പം
പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ആളുകളാണ്, ആ മതത്തിലുള്ള ആളുകളാണ് ചെയ്യേണ്ടത്. പക്ഷെ ബ്രോഡറായിട്ട് ഇപ്പൊ പ്രോപ്പർട്ടി, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ പറയുന്ന പ്രോപ്പർട്ടി ലോസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടാറുണ്ട്. ശരി, തീർച്ചയായും അവിടെ ഈ NK പ്രേമചന്ദ്രനെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. നേരത്തെ ശ്രീ അനിൽകുമാർ, അതായത് CPIM ആണ് ഈ ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ളവരെ ശബരിമലയിലേക്ക് എത്തിച്ചത്. അത് ബീഫും പൊറോട്ടയും ഒക്കെ നൽകിയാണ് രഹ്ന ഫാത്തിമ ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ളവരെ മല കയറ്റിച്ചത് എന്ന പ്രേമചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. സൈബർ തലത്തിൽ അത് വലിയ തോതിൽ ആക്രമണത്തിന് ഇരയാകുന്ന സാഹചര്യമുണ്ടാകുന്നു. അത്തരം ആക്രമണങ്ങൾ ഒന്നും തനിക്ക് പുതുമയല്ല, ആക്രമണങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നാണ് പ്രേമചന്ദ്രൻ പറയുന്നത്. കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരു വർഗീയവാദിയാണ് NK പ്രേമചന്ദ്രൻ. അയാൾ പറഞ്ഞൊരു വാചകം അങ്ങ് ആവർത്തിക്കുന്നതോടുകൂടി അങ്ങയുടെ നാവും അശുദ്ധമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന്, CPIM ഒരാളെയും ശബരിമല കേട്ടിട്ടില്ല. ഈ പറയുന്ന വനിതകൾ ആരും CPMകാരല്ല. CPMന്റെ ഓഫീസിൽ ആരും പുറപ്പെട്ടിട്ടുമില്ല. പിന്നെ രഹ്ന ഫാത്തിമ എന്നൊരു പേര് പറയുന്നത് കേട്ടു, പ്രേമേന്ദ്രന്റെ തോളത്തിരുന്നാണോ അതിന്റെ മേലെ കയറിയത്? NK പ്രേമേന്ദ്രനാണോ അതിന്റെ മേലെ കൊണ്ടുപോയത്? ബീഫ് വിളമ്പി കൊടുത്തത് NK പ്രേമേന്ദ്രനാണോ? യഥാർത്ഥത്തിൽ ഇസ്ലാം മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും അടക്കം ലോകത്തെ എല്ലാ മതവിശ്വാസിക്കും ഒരുമിച്ച് പോകാവുന്ന തത്വമസിയുടെ ഇടമല്ലേ ശബരിമല? അവിടെ ഒരു പേര്, എന്താണ് പേര്? ആ പേരെന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വനിതയുടെ പേര്, ഇല്ലാത്തൊരു പേര്, കളവായ പേര്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, RSS BJP ഇവിടെ രാജ്യവ്യാപകം ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് ബീഫ്. ആ ബീഫ് എന്ന് പറയുന്നത് എന്തിനോട് ഉപയോഗിക്കുന്നതാണ്? വേട്ടയാടാൻ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ പേരിൽ ഇന്ത്യയിൽ എത്ര പേര് കൊന്നുവര് RSS? അപ്പൊ അതൊരു ചിഹ്നമാക്കി അവതരിപ്പിക്കാൻ വെറുക്കേണ്ടതാണത് എന്ന ബോധം ഉണ്ടാക്കുകയാണ്, പ്രതീകങ്ങൾ നിർമ്മിക്കുകയാണ്. ഇതിനേക്കാൾ നല്ലതൊരു കാക്ക് കുപ്പായം ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ വഴിയിൽ ഇറങ്ങി നിൽക്കുക നല്ലത്. എന്നിട്ട് റെവല്യൂഷണറിയാണ്, സോഷ്യലിസ്റ്റാണ്, ഇങ്ങനെയുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ നാടിന്, കേരളത്തിന് തീരെ കളങ്കമല്ലേ? എന്നിട്ട് പിന്നെ ന്യായീകരിക്കുന്നു. പാലാ കൃഷ്ണദാസ് വെച്ച് ബീഫ് കൊടുത്തു, പിന്നെ മാറിയിട്ട് എവിടെ ബീഫ് കൊടുത്തത്? കോട്ടയത്തെ പോലീസ് ക്ലബിൽ. കോട്ടയത്താണ്. അപ്പൊ ഇങ്ങനെ തോന്നുമ്പോഴാണ് വെളുപ്പം ഇങ്ങനെ ആരെ പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്? പച്ചക്കള്ളം. അപ്പൊ എന്തിനാച്ചാൽ ഒരു പേര് കണ്ടെത്തുക, ഇല്ലാത്തൊരു പേര്. ശരി, അവിടെ അദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞത് തന്റെ നേതാവ് ഷിബു ബേബി ജോണാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഇത്തരത്തിൽ സംസാരിച്ചിരുന്നു. പക്ഷേ തനിക്ക് നേരെ ആണ് ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നത്. അത് ഒരു വ്യക്തിഹത്യയും തന്റെ വർഗീയവാദിയെ ചിത്രീകരിക്കാനുമുള്ള ശ്രമമാണ്. ഈ വ്യക്തിഹത്യ CPIMന്റെ ഉന്മൂലന രാഷ്ട്രീയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അപ്പം UDF കൂടോടുകൂടി കള്ളം പറയുന്നവരാണല്ലേ അദ്ദേഹം പറയണത്. അത് ഞങ്ങൾക്കെതിരല്ല. VD സതീശനും ഷിബു ബേബി ജോണും ഈ പച്ചക്കള്ളം പറഞ്ഞു. അങ്ങനെ ഷിബു ബേബി ജോണും അതുപോലെ തന്നെ VD സതീശനും പച്ചക്കള്ളം പറയുന്നു എന്ന് പറയുന്ന ആളുടെ ന്യായമാണ്. അങ്ങനെ അവര് പച്ചക്കള്ളം പറഞ്ഞാൽ അത് ബാധ്യതയാണ്. അത് ഏറ്റെടുക്കേണ്ട ബാധ്യത കേരളത്തിനുണ്ടാ? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഇവര് പച്ചക്കള്ളം പറഞ്ഞു തന്നെ പ്രേമേന്ദ്രൻ പറയണത്. അതുകൊണ്ട് അവര് പറഞ്ഞു തീർക്കട്ടെ. ഇതൊന്നും കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല. ഒരേ സമയം രാഹുൽ ഗാന്ധി, ഒരേ സമയം മോദിയെയും, പണ്ടുണ്ടായിരുന്നില്ല ഗുരുവായൂരപ്പനെയും അതുപോലെ തന്നെ അന്തോണി സെന്തുവാളിന്റെ ഒരുമിച്ച് കൊണ്ടു നടക്കുകയും ഓരോ സ്ഥലത്ത് മാറി മാറി കാണിക്കുകയും ചെയ്യുന്ന പോലെ പ്രേമേന്ദ്രൻ കൊണ്ടു നടക്കുന്നത് ഒരു ഭാഗത്ത് മോദി, മറ്റേ ലോക്കറ്റേറ്റിന്റെ മറുഭാഗം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തരാതരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേരളം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് NK പ്രേമേന്ദ്രൻ ഒന്ന് എടുക്കാച്ചിറക്കായി മാറി അവസാനം വൃത്തികെട്ട വർഗീയത പറയുകയാണ്. ഇതിനേക്കാൾ നല്ലത് ഇപ്പൊ തന്നെ ആ പാർട്ടി ഇല്ലല്ലോ, അത് പിരിച്ചുവിട്ടിട്ട് വല്ല BJP വല്ല ചേരുന്നത്. ഇതിനേക്കാൾ അഭിമാനമുള്ള കാര്യമാണ്.